all, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടുക്കാച്ചയായിട്ടാണ് കേട്ടോ. ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടൈം ലാഭമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ബിരിയാണി നോർമലി ആക്കുന്ന പോലെ മസാല വഴറ്റിയിട്ടൊന്നും ടൈം കളയേണ്ട, അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും നമ്മൾ ചിലവഴിക്കേണ്ട, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചിക്കനിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 750 ഒരു 800 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലുപ്പത്തിൽ വേണ്ട, ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കണം, കാരണം അത്യാവശ്യം നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ ഈ ഒരു റൈസിന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അടുത്തത് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഷാജീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ഈ ഗരം മസാലപ്പൊടി ഷാജീരകത്തിൻ്റെ പൊടി സ്കിപ്പ് ചെയ്തിട്ട് ബിരിയാണി മസാല 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയേ. അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഒരു 2-2.5 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് ഇതിലേക്ക് ഒരു 1/2 to 1/4 കപ്പ് അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. അടുത്തത് മല്ലിയില ചേർത്ത് കൊടുത്ത് അതേ അളവിൽ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ട് സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ടും ചേർക്കണേ. ഹൈദരാബാദ് ബിരിയാണിക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു ഐറ്റമാണ് ഈ 2 ഇലകൾ. അടുത്തത് നമുക്ക് ഇതിലേക്ക് നിർബന്ധമായിട്ട് വേണ്ടത് ഫ്രൈഡ് ഓണിയൻ ആണ് കേട്ടോ. നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം മാത്രം അവിടെ ബാലൻസ് വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു 1/4 ഭാഗം എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഇത്രയും ഞാനിവിടെ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം ഉണ്ടാവും. നമുക്കിത് ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. അടുത്തത് ഒരു 1/4 കപ്പ് അളവിൽ തൈര് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിർബന്ധമായിട്ടും ചേർക്കണേ. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹൈദരാബാദ് ബിരിയാണി എന്ന് പറയുന്നത് കുറച്ചൊരു സ്പൈസിയാണ് കേട്ടോ. കഴിക്കാനായിട്ട് കഴിച്ചവർക്ക് അറിയാൻ പറ്റും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള വേർഷൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും താല്പര്യമുള്ളതിനനുസരിച്ചിട്ട് കുറക്കും കൂട്ടും ഒക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തൈരോ മസാലപ്പൊടികളോ എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ചിക്കനിൽ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒരു 3 മണിക്കൂർ എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എങ്കിലേ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് റൈസിന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് അരി കഴുകിയിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് 3 കപ്പ് ബസ്മതി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 600 ഗ്രാം അരി വരും. അപ്പോൾ ആ ഒരു നീളമുള്ള ടൈപ്പ് നമ്മൾ മന്തിയൊക്കെ റെഡിയാക്കുന്ന സെയിം അരിയാണ് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ. കാരണം കുതിർന്നതിന് ശേഷം നമ്മളിനി ഇത് കഴുകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള അരിക്ക് കറക്റ്റ് 20 മിനിറ്റാണ് കേട്ടോ കുതിരാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന അരി നോക്കിയിട്ട് വാങ്ങുക. അതിൻ്റെ ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ചിലത് 1 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണേ. ഞാനിപ്പോൾ കറക്റ്റ് 20 മിനിറ്റേ വെക്കുന്നുള്ളൂ.
ഇപ്പോൾ ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ ആയതിന് ശേഷം ഞാൻ നമ്മൾ ചിക്കൻ വേവിക്കാനുള്ള പാനിലേക്ക് ചിക്കൻ മസാലയോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം വേവിക്കാം. അപ്പോൾ നിങ്ങളിൽ പലർക്കും സംശയം വരും ഹൈദരാബാദ് ബിരിയാണി ഇങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഹൈദരാബാദ് ബിരിയാണി 2 രീതിയിലാക്കും. ഒന്ന് ചിക്കൻ ഒട്ടും വേവിക്കാതെ അരി മാത്രം വേവിച്ചിട്ട് ദം ചെയ്തിട്ട് ദമ്മിൻ്റെ കൂടെ ചിക്കൻ വേവൽ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചിട്ട് ബാക്കി 1/4 ഭാഗം ദമ്മിന്ന് വേവൽ. ശരിക്കും അവർ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ചിക്കൻ ഒട്ടും വേവിക്കാതെ റൈസ് മാത്രം വേവിച്ചിട്ട് ദമ്മിന്ന് മുഴുവൻ വേവിക്കുന്ന രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത് കൂടുതലായിട്ടും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കാരണം എനിക്കൊരു കോൺഫിഡൻറ്റ് പോരാ. കാരണം ചിക്കൻ ഓൾറെഡി നല്ല രീതിയിൽ ഉള്ളൊന്നും വേവോ എന്നുള്ളത് നമുക്ക് അത്ര ഒരു എന്താ പറയുക ധൈര്യത്തിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ചിക്കൻ 3/4 ഭാഗം വേവിച്ചിട്ട് അതിൻ്റെ മുകളിൽ അരി വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1/4 ഭാഗം നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വേവും. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യുക. മുഴുവൻ ചിക്കൻ വേവാതെ ചെയ്യേണ്ടിക്ക് അങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് കൂടുതൽ തോന്നുന്നത് ഇതാ ബെറ്റർ എന്നാണ്. ഇതാകുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ കഴിക്കാമല്ലോ, മുഴുവനായിട്ട് എന്തായാലും വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പം ഞാൻ ചിക്കൻ അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്, അതവിടെ നിന്ന് വെന്ത് വരട്ടെ 3/4 ഭാഗത്തോളം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു പാനിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയം നമുക്കിതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഏതാണ്ട് ഒരു 2 ഇഞ്ചോളം വലിപ്പമുള്ള പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 4 ഏലക്കായോളം ഇട്ടിട്ടുണ്ട്. 4-5 ഇട്ട് കൊടുക്കുക. അത് വലുപ്പത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. അടുത്തത് 1/4 ടീസ്പൂൺ ഷാജീരകം ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. ഹൈദരാബാദ് ബിരിയാണിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതെന്തായാലും വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം, എങ്കിലേ റൈസിൽ നല്ല പാകത്തിനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവറാണ് കേട്ടോ റൈസിൽ ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരിയുടെ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട്, വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നീട് കഴുകാൻ പാടില്ല കേട്ടോ. ഈ ഒരു ബസ്മതി അരി അങ്ങനെ കഴുകാൻ പാടില്ല. അപ്പോൾ അരി പൊട്ടിപ്പോവും, പിന്നെ കാണാനും റൈസ് ഭംഗി ഉണ്ടാവില്ല, ഒരു കുഴഞ്ഞ ഫീലിംഗ് ആവും. അപ്പോൾ ഡയറക്റ്റ് വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചോറൊന്ന് വേവിച്ചെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3/4 ഭാഗത്തോളം 75% മാത്രമേ ഈ ഒരു അരി വേവിക്കാൻ പാടുള്ളൂ. കാരണം ബാക്കി നമുക്ക് ദമ്മിന്ന് വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുന്നുണ്ടാവും, ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോ ടു മീഡിയത്തിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്. ഞാൻ ഇടയ്ക്കിടെ അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3/4% അടുത്തായിട്ട് വേവ് മാത്രം മതി കേട്ടോ. ഏതാണ്ട് 3/4% മതി, അതിൽ കൂടാനേ പാടില്ല. പിന്നെ ദം ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് അടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ അരിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരി വേവിക്കുന്ന സമയത്ത് അടച്ചു വെച്ചിട്ടൊന്നും വേവിക്കേണ്ട കേട്ടോ, തുറന്നിട്ട് തന്നെ വേവിച്ചാൽ മതി. നിങ്ങൾക്ക് കൈ കൊണ്ട് ഇതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഏതാണ്ട് ഒരു 3/4% വെന്ത് കഴിഞ്ഞതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതിട്ടിട്ട് വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കണം. അതുപോലെ തന്നെ അരി ഊറ്റുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പട്ട, ഏലയ്ക്ക, ഗ്രാമ്പൂ, ബേ ലീഫ് അതൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് എടുത്ത് കളയുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ദം ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യമില്ല, ഓവർ ഫ്ലേവർ കൂടിപ്പോവും. അതുപോലെ തന്നെ ജീരകം കളയേണ്ട ആവശ്യമില്ല. ജീരകം നമുക്ക് ഹൈദരാബാദ് ബിരിയാണിക്ക് മസ്റ്റാണ്, നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒരു അരിപ്പത്തട്ടിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളയട്ടെ. ഏലക്കായൊക്കെ കളയണേ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇത് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പകുതി റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. റൈസും ചിക്കനും 2/4 ഭാഗമാണ് വെന്തിട്ടുള്ളൂ നമ്മുടെ.
അപ്പോൾ നമ്മൾ റൈസിൻ്റെ പകുതി പോർഷൻ ഞാൻ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈദരാബാദ് ബിരിയാണിക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന സാധനമാണ് സാഫ്രോൺ, കുങ്കുമപ്പൂവ്. അപ്പോൾ ഞാൻ ഒരു മുക്കാൽ മണിക്കൂർ മുന്നേ കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ചൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാഫ്രോൺ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾ നോർമലി ബിരിയാണി ദം ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ നമ്മൾ മഞ്ഞൾ പാലിൽ കലക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കില്ല, അങ്ങനെ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഓണിയൻ ഉണ്ടായിട്ടില്ല ഫ്രൈ ചെയ്തത്, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഹൈദരാബാദ് ബിരിയാണിക്ക് സാഫ്രോൺ നിർബന്ധമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാണിച്ചു തന്നതാണ്. നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒഴിവായിക്കോളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബിരിയാണി മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗരം മസാല ഏതാണോ കയ്യിലുള്ളത് അത് ചെയ്ത് കൊടുക്കുക. ബിരിയാണി മസാല ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അടുത്തത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക, ഏതാണ്ട് 1 ടീസ്പൂൺ അത്രയേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ടും കുറച്ച് അധികമായിട്ട് തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റെപ്പ് ചെയ്ത രീതിയിൽ തന്നെ പിന്നെ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് അടുത്ത ലെയറും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തു. ഞാൻ പിന്നെ വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ കാണിക്കാതിരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് കവർ ചെയ്യണം ഫോയിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു വെയിറ്റുള്ള അടുപ്പൊക്കെ ആണെങ്കിൽ വേറെ ഇതൊന്നും വെക്കണ്ട കേട്ടോ, ഫോയിലൊന്നും വെക്കണ്ട. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു സ്റ്റൗവിൽ പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബിരിയാണീൻ്റെ പോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടിയിലത്തെ പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ദം ചെയ്യുക കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്, 15 മിനിറ്റ് മതി, 15 മിനിറ്റ് നിങ്ങൾ അടപ്പ് തുറക്കാതെ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു റൈസിന്. ശരിക്കും ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ദമ്മ് തന്നെയാണ് കേട്ടോ, അതിൽ ശരിക്കുള്ള പെർഫെക്ഷൻ വരുള്ളൂ. അപ്പോൾ ഞാനിനി അരമണിക്കൂറും 15 മിനിറ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദം പൊട്ടിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ദം പൊട്ടിക്കുക. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇളക്കിയിട്ട് കാണിച്ചു തരാം. ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഒട്ടും ചോറൊക്കെ കണ്ടില്ലേ, ഒട്ടും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹൈദരാബാദി ബിരിയാണി സെർവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചിക്കനും റൈസും ഒക്കെ നല്ല രീതിയിൽ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുക. എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട്, അതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കണം. ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കളറിൽ ചെറിയൊരു വേരിയേഷൻ തോന്നും, കാരണം ലൈറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇത് വീഡിയോ ആയതുകൊണ്ടാണ്. ചെറിയൊരു ഓറഞ്ചും യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ശരിക്കുള്ള ബിരിയാണിക്ക് ആ ഒരു കളറിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്